റപ്പായി ചേട്ടാ, ഈ ടിന്നുവിനെ കൊണ്ട് തോറ്റു. എന്തു പറ്റി? ഒരു വകയും പഠിക്കുന്നില്ലെന്നേ. എന്നാൽ ഒരു കാര്യം ചെയ്യേ, അവനെ ട്യൂഷന് പറഞ്ഞയക്കേ. ട്യൂഷൻ എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഏരിയയിൽ ആരാ ട്യൂഷൻ എടുക്കാൻ പറ്റിയ ഒരാള്? പറ്റിയ ഒരാളുണ്ട്. എന്റെ അമ്മായിയുടെ മോനാ, സെബാസ്റ്റ്യൻ. നിനക്കറിയാലോ. ഏത് തെക്ക് വടക്ക് നോക്കി നടക്കുന്ന ആ സെബാസ്റ്റ്യനോ? ഇപ്പോ കഥയെല്ലാം മാറി. ഇപ്പൊ പുള്ളി സ്വന്തം ട്യൂഷൻ സെന്റർ നടത്തുക. എത്ര പേരാന്നോ അവന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും ഒക്കെ മേടിക്കുന്നേ. അതെയോ? പിന്നല്ലാതെ നീ ആ ടിൻഡുവിനൊന്ന് ചേർത്തി നോക്ക്. പറഞ്ഞു തീർന്നില്ല, അതേ സെബാസ്റ്റ്യനല്ലേ വരുന്നത്. ഗുഡ് മോർണിംഗ് റപ്പായി ചേട്ടാ. എടാ, നമ്മുടെ ടിൻഡു മോനെ നിന്റെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഒന്ന് പറഞ്ഞു വിടട്ടെ. അയ്യോ, ഇക്കൊല്ല എന്റെ ട്യൂഷൻ ക്ലാസ് ഫുള്ളാണല്ലോ. ഒരു സീറ്റ് പോലും ഇല്ല. സീറ്റ് ഇല്ലേ കുഴപ്പമില്ല, അവൻ കമ്പിയെ പിടിച്ച് നിന്നോളും. തമാശ കളർ റപ്പായി ചേട്ടാ, ഞാൻ കാര്യം പറഞ്ഞതാ. അല്ല, ടിൻഡു മോഡൽ സ്കൂളിലല്ലേ പഠിക്കുന്നത്? അതെ അതെ. ആരാ അവന്റെ ക്ലാസ് മാഷ്? ശേഖര മാഷ്. ശേഖരൻ മാഷോ? മാഷ് എന്നെ പഠിപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാ വേറെ ഒരു ട്യൂഷൻ? പുള്ളിയാള് പുലിയല്ലേ. അതുപോരാ. ഞാൻ മാഷോട് വിളിച്ചു പറയാം, ടിൻഡുവിനൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണമെന്ന്. അതും മതി. ടിൻഡു എവിടെ? നീ ഇനി എന്നും മുന്നിലിരുന്നാ മതി. എന്റെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നിനക്കുണ്ടാവും. അറ്റൻഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും അറ്റൻഷനിൽ നിൽക്കുന്നോടാ. ഞാൻ നിന്നെ ഇനി മുതൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്നാ അർത്ഥം. ആദ്യം ഒരു ചോദ്യം ചോദിച്ചു കളയാം. ഞാൻ പറയുന്നൊരു വാക്ക്, അത് നീ വാക്യത്തിൽ പ്രയോഗിക്കണം. പഞ്ചസാര. ഞാനിന്ന് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ഇതിലെവിടെയാടാ പഞ്ചസാര? പഞ്ചസാര ചായയിൽ ചേർത്തിരുന്നു ടീച്ചർ. പക്ഷേ എന്തു ചെയ്യാം, അലിഞ്ഞു പോയി.